നമസ്കാരം. ശാസ്ത്രത്തിന്റെ വളർച്ച നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് സാധാരണ നിലയിൽ ജീവിക്കാൻ കഴിയുന്ന നിരവധി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ജീൻ തെറാപ്പി പരീക്ഷണത്തിൽ ജന്മന ബധിരരായ 5 കുട്ടികൾക്ക് ഇരു ചെവികളിലും കേൾവിശക്തി വീണ്ടെടുക്കാൻ സാധിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ചൈനയിലെ ഷാങ്ഹായിലെ ഫുഡാൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാർ നടത്തിയ ട്രയൽ ഓഡിറ്ററി സിഗ്നൽ ട്രാൻസ്മിഷനായി നിർണായകമായ പ്രോട്ടീൻ ഉൽപാദനം തടയുന്ന ജനിതകമാറ്റം മൂലം ബുദ്ധിമുട്ടുന്ന 1 നും 11 ഇടയിൽ പ്രായമുള്ള കുട്ടികളെ ലക്ഷ്യമിട്ടായിരുന്നു. ചികിത്സ കഴിഞ്ഞ് 6 മാസത്തിനു ശേഷം 5 കുട്ടികളുടെ കേൾവിശക്തി സാധാരണ നിലയുടെ 50 മുതൽ 60% വരെയായി. ഈ തെറാപ്പി ഇപ്പോൾ കുട്ടികളെ ശബ്ദദിശകൾ കണ്ടെത്താൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഈ കുട്ടികളിൽ നല്ല ഫലങ്ങൾ കാണിക്കാൻ തുടങ്ങിയുള്ളൂ. ശബ്ദങ്ങൾ കണ്ടെത്തുക, ബഹളങ്ങളുള്ള ചുറ്റുപാടുകളിൽ പോലും സംസാരം തിരിച്ചറിയുക, സംഗീതം ആസ്വദിക്കുക എന്നിവയാണ് ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ചെയ്യാൻ സാധിച്ചത്. 2022 ആരംഭിച്ച ഈ ട്രയലിന്റെ ആദ്യ ഭാഗത്തിൽ സംഘം 6 കുട്ടികളുടെ പ്രത്യേക ഗ്രൂപ്പിന് ഒരു ചെവിയിൽ മാത്രമാണ് ജീൻ തെറാപ്പി നടത്തിയത്. 6 ൽ 5 പേർക്കാണ് ചികിത്സിച്ച ചെവിയിൽ കേൾവിശക്തി ലഭിച്ചത്. അത് തുടർച്ചയായി മെച്ചപ്പെടുന്നുണ്ടെന്നും ഗവേഷകർ പറയുന്നു. പരീക്ഷണങ്ങളിൽ ഉൾപ്പെട്ട എല്ലാ കുട്ടികളും ബധിരരായി ജനിച്ചവരാണ്. അവർക്ക് ഓട്ടോഫെർലിൻ എന്ന പ്രോട്ടീനിന്റെ ജീനിന്റെ 2 പകർപ്പുകളിലും രൂപമാറ്റം സംഭവിച്ചിരുന്നു. ചെവിയിലെ രോമകോശങ്ങൾക്കിടയിലുള്ള സിനാപ്സുകളിൽ അല്ലെങ്കിൽ ലിങ്കുകളിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവ ശബ്ദം കണ്ടെത്തുകയും തലച്ചോറിലേക്ക് സിഗ്നലുകൾ എത്തിക്കുകയും ചെയ്യുന്നതാണ്. മ്യൂട്ടേഷനുകൾ പ്രോട്ടീനിനെ ബാധിക്കുന്നതോടെ സിഗ്നലുകൾ കൈമാറ്റം ചെയ്യുന്നത് തടസ്സപ്പെട്ടിരുന്നു. ലോകമെമ്പാടുമുള്ള ബധിരരായി ജനിക്കുന്ന കുട്ടികളിൽ 2 മുതൽ 8% വരെ DFN-B9 എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. DFN-B9 ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഓട്ടോഫെർലിന്റെ ഒരു മ്യൂട്ടേറ്റഡ് കോപ്പി മാത്രമേ ഉള്ളൂവെങ്കിലും അവർക്ക് സാധാരണ കേൾവിശക്തി ഉണ്ടാകും. എന്നാൽ ഇത്തരം ദമ്പതികൾക്ക് ജന്മന ബധിരനായ ഒരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത 4 ൽ 1. AAV എന്ന വൈറസിന്റെ സഹായത്തോടെ ഓട്ടോഫെർലിൻ ജീനിന്റെ പ്രവർത്തന പതിപ്പ് മുടികോശങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ജീൻ തെറാപ്പി. ഓട്ടോഫെർലിൻ ജീനിന്റെ വലിപ്പം കാരണം അതിനെ വിഭജിച്ച് 2 വ്യത്യസ്ത വൈറസുകളായി മാറ്റണം. വൈറസുകളുടെ ഒരു മിശ്രിതം അകത്ത് ചെവിയിലേക്ക് കുത്തിവയ്ക്കുകയും ജീൻ വീണ്ടും പൂർണ്ണമായും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. രോഗബാധിത ജീൻ അഥവാ ഓട്ടോഫിന്റെ പ്രവർത്തന പകർപ്പുകൾ അകത്തെ ചെവിയിൽ അവതരിപ്പിക്കുന്നതിനായി ഈ നിഷ്ക്രിയ വൈറസിന് സാധിക്കുന്നു. കേൾവിക്ക് ആവശ്യമായ ഓട്ടോഫെർലിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ ഇത് ചെവിയിലെ കോശങ്ങളെ സഹായിക്കും. DFN-B9 പരീക്ഷണങ്ങളിലാണ് ആളുകളെ ചികിത്സിക്കാൻ ആദ്യമായി ഡ്യുവൽ AAV ജീൻ തെറാപ്പി ഉപയോഗിക്കുന്നത്. ഈ ഫലങ്ങൾ വലിയൊരു വഴിത്തിരിവാണെന്നും കുട്ടികളുടെ കേൾവിശക്തിയിൽ വലിയ പുരോഗതി ഉണ്ടായതായും ട്രയലിന് നേതൃത്വം നൽകിയ ഹാർവാർഡ് ടീച്ചിംഗ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷെയ്ൻ ഇ ചെൻ പറഞ്ഞു. കമ്പനികൾ ഇപ്പോൾ ക്ലിനിക്കൽ ട്രയലുകൾ നടത്തി അംഗീകാരങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സങ്കീർണതകളൊന്നുമില്ലാതെ ഫലം തുടരുകയാണെങ്കിൽ 3-5 വർഷത്തിനുള്ളിൽ ഇത് വൈദ്യശാസ്ത്രപരമായി അംഗീകരിക്കപ്പെടുമെന്നും ഷെങ് ഇ ചെൻ കൂട്ടിച്ചേർത്തു. ചികിത്സയ്ക്ക് വിധേയനായ 2 വയസ്സുള്ള ഒരു ആൺകുട്ടി 3 ആഴ്ചയ്ക്കുള്ളിൽ തന്റെ പേരിനോട് പ്രതികരിക്കുകയും 13 ആഴ്ചകൾക്ക് ശേഷം പാട്ടിനൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ശബ്ദങ്ങളോട് പ്രതികരിക്കാതിരുന്ന 3 വയസ്സുള്ള ഒരു പെൺകുട്ടി വാക്യങ്ങൾ മനസ്സിലാക്കുകയും 13 ആഴ്ചയോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം ചില വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. തന്റെ വിളിയിൽ മകൻ പ്രതികരിച്ചപ്പോൾ താൻ വളരെ വികാരാധീനയായെന്ന് ചികിത്സയിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അമ്മയായ ചാങ് യി പറഞ്ഞു. നമ്മുടെ തലച്ചോറിന് പ്ലാസ്റ്റിസിറ്റി ഉണ്ടെന്ന് ഈ തെറാപ്പി കാണിക്കുകയും അത് നമ്മൾ ആദ്യം വിചാരിച്ചതിലും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്നതായും ഷെൻ പറഞ്ഞു. ചികിത്സയുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നതിനായി കുട്ടികളെ നിരീക്ഷിക്കുന്നതിനാൽ പരീക്ഷണം തുടരുകയാണ്. ആഗോളതലത്തിൽ 430 ദശലക്ഷം ആളുകൾ കേൾവിക്കുറവ് മൂലം കഷ്ടപ്പെടുന്നുണ്ട്. ഏകദേശം 26 ദശലക്ഷം ആളുകൾ ജന്മന ബധിരരാണ്. നേച്ചർ മെഡിസിൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം ഒരു നാഴികക്കല്ലാണ്. UK-യിൽ 2 കുട്ടികൾക്കും US-ൽ ഒരാൾക്കും ജീൻ തെറാപ്പി സ്വീകരിച്ചതിന് ശേഷം ഒരു ചെവിയിൽ കേൾവിശക്തി നേടിയതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് 2 ചെവിയിലും കേൾവിശക്തി ലഭ്യമാകുന്ന പരീക്ഷണം നടക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.